കോട്ടയം ജില്ലയിലെ കൊഴുവനാൽ ഗ്രാമപഞ്ചായത്തിൽ അപൂർവ രോഗം ബാധിച്ച 2 കുട്ടികളുടെ രക്ഷിതാക്കൾ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ ഒരു ജോലിക്കായുള്ള കാത്തിരിപ്പിലാണ്. ജനിതക വൈകല്യമായ കൺജനിറ്റൽ ഹൈപ്പർപ്ലാസിയയുടെ സ്വാക് എന്ന രോഗമാണ് മനുസ്മിത ദമ്പതികളുടെ മക്കൾക്ക്. സ്മിതയ്ക്ക് ജോലി നൽകാമെന്ന് സർക്കാർ ഉറപ്പ് നൽകിയെങ്കിലും ഇതുവരെ നടപടിയായില്ല എന്നാണ് അറിയുന്നത്. നമുക്കൊപ്പം സ്മിത ചേരുന്നു തത്സമയം. സ്മിത, നമസ്കാരം. ഗുഡ് മോർണിംഗ്. നമസ്കാരം സാർ. ഗുഡ് മോർണിംഗ് സാർ. 2 കുട്ടികളാണോ സ്മിതയ്ക്കും മനുവിനും? 3 കുട്ടികളാണ്. അതിൽ 2 കുട്ടികൾക്കാണ് SWCH എന്ന അസുഖം. ഇപ്പം ആ അസുഖത്തിന്റെ ഒരു പ്രത്യേകത എന്താണ് സ്മിത? അവർക്ക് ചലനശേഷി ഇല്ല, ന്യൂറോൺ ഇഷ്യൂ ഉണ്ടോ? എന്താണ് അതിന് മൊത്തത്തിലൊരു പ്രശ്നം? അഡ്രിനൽ ഗ്ലാൻഡിനെ ബാധിക്കുന്ന രോഗമാണ്. സോഡിയം പൊട്ടാസ്യം വേരിയേഷൻ ഉണ്ടാവുക എന്നുള്ളതാണ് അസുഖത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. പിന്നെ മൂത്ത കുട്ടിക്ക് അതിൻ്റെ കൂട്ടത്തിൽ സിവിയർ ഓട്ടിസം കൂടെയുണ്ട്. ആ കുട്ടി ഇന്ത്യയിലെ ഏക കുട്ടിയാണ് ഈ 2 അവസ്ഥയും കൂടെ ഒരുമിച്ചുള്ള കുട്ടി. അപ്പോൾ സ്വന്തമായിട്ടൊന്നും ചെയ്യാൻ കഴിയില്ല. എഴുന്നേറ്റ് നടക്കുമോ? ചലനശേഷി എങ്ങനെയാണ്? നടക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല, നടക്കും. പക്ഷെ സ്വന്തമായിട്ടൊന്നും ചെയ്യാനുള്ള ബുദ്ധിയും അങ്ങനെയുള്ളതൊന്നുമില്ല. ഇപ്പോൾ എത്ര വയസ്സായിട്ടുണ്ടാവും ഇവർക്ക് 2 പേർക്കും? ഇല്ല, മൂത്ത ആൾക്ക് 9 വയസ്സും രണ്ടാമത്തെ ആൾക്ക് 4 വയസ്സുമാണ്. പ്രത്യേകിച്ച് ഇന്ത്യയിൽ ഇങ്ങനെയുള്ളൊരു അപൂർവ രോഗമുള്ള ഒരു കുട്ടിയാണ് എന്ന് പറയുമ്പോൾ അത്രയും പരിചരണവും ആവശ്യമുണ്ട്, അത്രയും ശ്രദ്ധയും ആവശ്യമുണ്ട്, അല്ലേ? അതെ, തീർച്ചയായും ശ്രദ്ധയും പരിചരണവും ഒരുപോലെ ആവശ്യമുള്ളതാണ് കുഞ്ഞുങ്ങൾക്ക്. മനുവിന് എന്താ ജോലി? ഞങ്ങൾ 2 പേരും പ്രൊഫഷണലി നേഴ്സുമാരാണ്. ഇപ്പോൾ എവിടെയെങ്കിലും വർക്ക് ചെയ്യുന്നുണ്ടോ മനു? ഇല്ല, അദ്ദേഹത്തിന് ജോലി ചെയ്യാൻ പോകാൻ പറ്റില്ല. 9 വയസ്സുള്ള മോന് സിവിയർ ഓട്ടിസം കൂടെയാണ്. ആ മോനെ പരിചരിക്കണമെങ്കിൽ പിതാവിൻ്റെ അടുത്തുള്ള സാമീപ്യം അത്യാവശ്യമാണ്. അതായത് ഈ മൂത്തയാൾക്കൊപ്പം ത്രൂ ഔട്ട് ഇരിക്കണം അച്ഛൻ, അല്ലേ? അതെ, കൂടെ ഉണ്ടാവണം. ഇടയ്ക്ക് കുറച്ച് ദേഷ്യപ്പെടുകയും അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ മാത്രമല്ല നടക്കുന്ന ഒരു മൂവ്മെൻറ്റും കൂടി ഉള്ളതുകൊണ്ട് ശ്രദ്ധിച്ചില്ലെങ്കിൽ ഒരു പക്ഷേ അപകടമുണ്ടാവാനുള്ള സാധ്യതയുണ്ട്. തീർച്ചയായിട്ടും ഒരുപാട് ശ്രദ്ധ ആവശ്യമാണ്. കൂടാതെ സോഡിയം പൊട്ടാസ്യം വേരിയേഷൻ ഉള്ളത് കൊണ്ട് നമുക്ക് എപ്പോൾ വേണമെങ്കിലും എന്ത് ബുദ്ധിമുട്ട് വേണമെങ്കിലും ഉണ്ടാവാം. അതാണ് കണ്ടീഷൻ്റെ പ്രശ്നമെന്ന് പറയുന്നത്. ഈ നേരത്തെ ആരെങ്കിലും ഒരു ഉറപ്പ് നൽകിയിരുന്നോ നിങ്ങൾക്ക് മുന്നോട്ട് പോകുന്നതിന്? ഒരു ഗവൺമെൻറ് ജോലി, അതിൽ കോട്ടയത്ത് തന്നെ അല്ലെങ്കിൽ ആ പരിസരത്ത് തന്നെ നിങ്ങളെ സംരക്ഷിക്കാം, അങ്ങനെ എന്തെങ്കിലും ഉറപ്പ് സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് കിട്ടിയിരുന്നോ സ്മിത? സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി നമ്മളുടെ വീട് സന്ദർശിച്ചിരുന്നു. സന്ദർശിച്ചപ്പം ഒരു ജോലിയെപ്പറ്റി തരാമെന്നതാണ് പറഞ്ഞിരുന്നത്. പിന്നീട് അതിനെപ്പറ്റി യാതൊന്നും ഉണ്ടായില്ല എന്നുള്ളതാണ് സത്യമായ കാര്യം. നമ്മുടെ പഞ്ചായത്ത് ഒരു പഞ്ചായത്ത് റെസല്യൂഷൻ പാസ്സാക്കി അയച്ചു. വീട് സന്ദർശിച്ചപ്പോൾ ഒരു ജോലി നൽകാമെന്ന് ബിന്ദു പറഞ്ഞിരുന്നു. അത് മാധ്യമങ്ങളോട് പറഞ്ഞോ അതോ നേരിട്ട് സ്മിതയോട് പറയുകയായിരുന്നു? അല്ല, ഞങ്ങൾ വീട്ടിൽ സംസാരിച്ചപ്പോൾ എന്നോട് പറഞ്ഞതാണ്. നോക്കാമെന്നേ പറഞ്ഞുള്ളൂ അതോ നമുക്ക് ജോലി നോക്കാം കാര്യമായിട്ട് തന്നെയാണോ പറഞ്ഞത്? അതെ, കാര്യമായിട്ടാവണമല്ലോ പറഞ്ഞത്. കാരണം നമുക്ക് ഗവൺമെന്റിന്റെ ഒരു പരിരക്ഷയാണല്ലോ ഈ അവസ്ഥയിലുള്ളവർക്ക് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ളത്. ഇപ്പോൾ ഈ നിങ്ങൾ 2 പേർക്കും ജോലിക്ക് പോകാൻ പറ്റുന്നില്ല, കുഞ്ഞുങ്ങളെ നോക്കണം. മൂത്തയാൾ എന്ത് ചെയ്യുന്നു? മൂന്നാമത്തെ കുട്ടി? മൂത്തത് മോളാണ്. മോളെ 8ാം ക്ലാസ്സിൽ പഠിക്കുന്നു. അപ്പോൾ കാര്യങ്ങളൊക്കെ നടന്നു പോകണം. ജോലിയില്ലാതെ മുന്നോട്ട് പോകാൻ കഴിയാത്തൊരവസ്ഥയിലാണല്ലേ സ്മിത? തീർച്ചയായിട്ടും ഞങ്ങൾക്ക് ഈ തദ്ദേശ സ്വയംഭരണത്തിന് പരിധിയിലുള്ള ജോലി മാത്രമേ നമുക്ക് ശ്രമിക്കാൻ പറ്റത്തുള്ളൂ. നമുക്ക് ഈ കുട്ടികൾ 2 പേരും ഇങ്ങനെ ആയതുകൊണ്ട് നമുക്ക് പുറത്തൊരു സ്ഥലത്തേക്ക് പോകാൻ സാധ്യമല്ല. അതാണ് രണ്ടാമത്തെ കുഞ്ഞിൻ്റെ അവസ്ഥ. അത്ര ബുദ്ധിമുട്ടുള്ള ഒരവസ്ഥയാണ് മോൻ്റേത്. രണ്ടാമത്തെ കുഞ്ഞിൻ്റെ അവസ്ഥ എന്താണ്? ഈ 9 വയസ്സുള്ള ആൾ മൂത്തയാളാണല്ലേ? ആ, രണ്ടാമത്തെ കുഞ്ഞോ? ഇളയ കുട്ടിയാണ്. അപൂർവ രോഗമായിട്ടുള്ള SWCH മാത്രമുള്ള. രണ്ടാമത്തെ കുഞ്ഞ് അതിൻ്റെ കൂട്ടത്തിൽ ഈ സിവിയർ ഓട്ടിസവും കൂടെയുള്ള കുട്ടി. ഓക്കെ, മനസ്സിലായി. അപ്പോൾ ഈ മന്ത്രിയുടെ അടുത്ത് ചോദിക്കുമ്പോൾ മന്ത്രി എന്താ പറയുന്നത്? ബിന്ദു കൊടുത്തിട്ടുണ്ട്, ഗവൺമെന്റിലേക്ക് കൊടുത്തിട്ടുണ്ട് എന്നാണ് പറഞ്ഞത്.
ഫയൽ എവിടം വരെ എത്തി എന്ന് കാലതാമസം പിടിക്കും, ഗവൺമെന്റിലേക്ക് കൊടുത്തിട്ടുണ്ട് എന്നാണ് പറയുന്നത് അല്ലേ? ഫയല് ഫയർ SW സെക്ഷനിലുണ്ട്, ഫയല് LSDD സെക്ഷനിലുണ്ട്, EPA 3 എന്ന് പറഞ്ഞ സെക്ഷനിൽ ഫയലുണ്ട്. ഓക്കെ, അതിന് മന്ത്രിസഭയിലെത്തി തീരുമാനമാവണം. അതെ, തീർച്ചയായിട്ടും മന്ത്രിസഭയിൽ എത്തിയാൽ മാത്രമേ നമുക്കൊരു ജോലി ലഭിക്കുകയുള്ളൂ. ഇപ്പൊ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് നടന്നു പോകുന്നത് സ്മിത? നമ്മൾക്ക് കുറച്ച് സുഹൃത്തുക്കളൊക്കെ സഹായിക്കും. പിന്നെ മറ്റേ ചെറിയ ഒരു താമരയൊക്കെ കൃഷി ചെയ്ത് അത് വിൽക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ചെറിയ ചെറിയ രീതിയിലൊക്കെയാണ് നമ്മൾ ജീവിച്ചു പോകുന്നത്. പക്ഷെ അതുകൊണ്ട് ഇനി അങ്ങനെ മുന്നോട്ട് അധികകാലം പോകാൻ കഴിയില്ല അല്ലേ? ഇല്ല, ഒരിക്കലും അധികകാലം ഇങ്ങനെയുള്ള കുഞ്ഞുങ്ങളെ വെച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് ഒരു ജീവിതം സാധ്യമല്ല. മൂത്ത ഒരു മോളാണ്. നമുക്ക് എന്തെങ്കിലും ഗവൺമെൻറ് പരിരക്ഷ ലഭിക്കാതെ നമുക്ക് വേറൊരു മാർഗമില്ല എന്നുള്ളതാണ് സത്യം. ഓക്കെ, താങ്ക് യു സ്മിത. മനുവിനോട് അന്വേഷണം പറയുക, കുട്ടികളോടും നമുക്ക് നോക്കാം. മിനിസ്റ്ററോട് നമുക്ക് എന്താണ് ഈ ഫയലിൻ്റെ കാര്യത്തിൽ സംഭവിച്ചത് എന്നത് നമുക്ക് പരിശോധിക്കാൻ തിരുവനന്തപുരം ബ്യൂറോയോട് ആവശ്യപ്പെടാം. തീർച്ചയായിട്ടും അതിനകത്തൊരു മറുപടി നമുക്ക് കിട്ടുമെന്ന് കരുതുന്നു. LSDD സെക്ഷനിലാണുള്ളതെങ്കിൽ അവിടെ നിന്നും ആ ഫയൽ മുന്നോട്ട് പോകണം. സ്മിതയെ പോലുള്ള കുടുംബങ്ങൾ കുഞ്ഞുങ്ങളെ ചേർത്ത് പിടിക്കുന്ന മനുഷ്യരാണ്. അപ്പോൾ അവരെ സർക്കാരും ചേർത്ത് പിടിക്കണം എന്ന കാര്യത്തിൽ സംശയമില്ല. താങ്ക് യു സ്മിത, രാവിലെ നമുക്കൊപ്പം ചേർന്നതിന്.